കുറച്ച് ദിവസമായി വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഈ പിങ്ക് പൂ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം ഞാൻ കരുതി ഇതൊന്ന് പേപ്പറിൽ നമുക്കൊന്ന് ചെയ്തെടുത്താൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. എനിക്ക് കളർ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വൈറ്റ് പേപ്പറിൽ പിങ്ക് പെയിൻറ്റും ഗ്രീൻ പെയിൻറ്റും അടിച്ചിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആ പിങ്ക് പേപ്പറിലോട്ട് ആ പൂ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഒരു 10 പൂ ഞാനത് വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ പേപ്പറും ഇതുകൂട്ട് ഞാൻ പെയിൻ്റ് എടുത്ത് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നേ. ആ പൂവിൻ്റെ ആ ഇതളെല്ലാം നമ്മൾ ആ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഈ പൂവിനുള്ള തണ്ട് സെറ്റ് ചെയ്തെടുക്കാം. തണ്ടാണെങ്കിൽ ചെറിയ തണ്ടാണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി അത് മടക്കി ഗമ്മൊക്കെ തേച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെക്കണേ. ഞാൻ ഓൾറെഡി 2 രീതിയിൽ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പൂവിൻ്റെ വേണ്ട സൈസിൽ തന്നെ അത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എല്ലാ പൂവിൻ്റെ ബാക്കിലും ഗം ഒഴിച്ച് ആ തണ്ട് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പാട് പെട്ടു അത് ഒട്ടിക്കാൻ, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞാനത് സെറ്റ് ചെയ്ത് നല്ല പോലെ അത് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാ പൂവും ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 10 പൂവിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇനി അത് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം ഒരു യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് എല്ലാ പൂവിൻ്റെയും സെൻറ്ററിലൊരു ഡോട്ടോ ഇതുകൂട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ റെഫർ ചെയ്ത് എടുത്ത പൂവിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാനപ്പോൾ അത് ഒറിജിനൽ പൂവായി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനതൊരു പൂവില്ലാത്തൊരു ചെടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട്.